ഹലോ, നമസ്കാരം. ഞാൻ ജസ്റ്റിൻ ജോസഫ്, നിങ്ങളുടെ മാർക്കോണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മമ്മൂക്കയെക്കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കുകയാണ്. നമ്മുടെ ലോകം അറിയപ്പെട്ട മലയാളത്തിൻ്റെ സ്വത്ത്, ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ, അങ്ങനെ പല പല വിശേഷങ്ങളുണ്ട്. മെഗാസ്റ്റാർ. അപ്പോൾ മമ്മൂക്കയെക്കുറിച്ച് എനിക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മമ്മൂക്കയുടെ കട്ട ഫാനാണ്. പക്ഷേ ഫാൻസ് ആയതുകൊണ്ട് പറയുന്നില്ല, നമുക്കവിടെ നല്ലവണ്ണം പറഞ്ഞാൽ പൊട്ടിപ്പടം പൊട്ടിയെന്ന് പറയും. പക്ഷെ പടത്തെക്കുറിച്ചല്ല പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വരവും ഇൻഡസ്ട്രിയിലുള്ള നിപ്പും അതിനെക്കുറിച്ചാണ് എൻ്റെ അഭിപ്രായം പറയാൻ. 1971 സത്യൻ മാഷ് നായനായി കെ സേതുമാധവൻ സാറ് സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെയാണ് മമ്മൂക്കയുടെ അരങ്ങേറ്റം. അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 10-20 വയസ്സും കണ്ടേ ഉള്ളൂ. ചെറിയൊരു ക്യാരക്ടർ, അത് ബഹദൂർക്കയുടെ കൂടെ ഓടി വന്ന് ഒരു പെരയ്ക്ക് തീ പിടിച്ചെന്ന് പറയാനായിട്ട് വരുന്നൊരു സീനുള്ളൂ. ഡയലോഗൊന്നും ഇല്ല. ഒരു കൊച്ചു പയ്യൻ, മെലിഞ്ഞ് ഒരു കൊച്ചു, നല്ല വെള്ളത്ത് കൊടുത്ത് മെലിഞ്ഞൊരു കൊച്ചു പയ്യൻ, അതേയുള്ള സീൻ. അതിനുശേഷം 1973 നസീർ സാറിനോടെ കാലചക്രം എന്ന സിനിമയിൽ അഭിനയിച്ചു. 2 വർഷം കഴിയുമ്പോൾ 2 വർഷം 73 അതിനകത്ത് കടത്തുകാരനായിട്ടാണ്. അടൂർ സാറിനോടെ ഒരു കടത്തുകാരനായിട്ടുള്ള ഡയലോഗ് ഉണ്ട് അതിനകത്ത്. അത് നസീർ സാർ കടത്ത് കയറാനായിട്ട് വരുമ്പം, കടത്തുകാരനാണെന്ന് തോന്നുന്നു, ഞാൻ പടം കണ്ടിട്ടില്ല, ഇച്ചിരി ക്ലിപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പം നസീർ സാറിന് പകരക്കാരനായിട്ടാണ് അതിനകത്ത് കടത്തുകാരനായിട്ട് വരുന്നത്. അപ്പം നസീർ സാർ ചോദിക്കുന്നുണ്ട് മമ്മൂക്കയോട്, എനിക്ക് പകരക്കാരനായിട്ട് വന്ന ആളാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് സിനിമയിലെ ക്യാരക്ടറാണ് പറയുന്നത്, അതായത് കടത്തുകാരനായിട്ട് വരുന്നത് ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുന്നത്. പക്ഷെ അത് ആ വാക്കുകൾ പിന്നീട് സത്യമായി. നസീർ സാറിന് പകരക്കാരനായിട്ട് മലയാള സിനിമയിൽ വന്നു, പകരം വെക്കാൻ ആരും ഇല്ലാത്തൊരു നടനായിട്ട് വന്നു മമ്മൂക്ക. അതാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക. പിന്നെ അദ്ദേഹം വരുന്നത് MD വാസുദേവൻ നായർ സാറിൻ്റെ 78 ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ദേവലോകം എന്ന സിനിമ. ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണെന്ന് തോന്നുന്നു, എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണ്. ആ സിനിമ ഷൂട്ട് പകുതി വെച്ച് നിന്നുപോയി. സത്യം പറഞ്ഞാൽ മമ്മൂക്ക സോളനായിട്ടുള്ള ഫസ്റ്റ് പടമാണത്, 78. അത് നിന്നുപോയി. പിന്നെ MD വാസുദേവൻ സാർ വിട്ടുപിടിച്ചില്ല. മമ്മൂക്കയെ ഒരു നടനാക്കിയേ കാണൂ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചു. 1980 സുകുമാരൻ നായൻ, ശ്രീവിദ്യ നായ, ജലജ ഇവരെല്ലാം ഉണ്ട്. മമ്മൂക്ക സെക്കൻഡ് നായനായിട്ട് വന്നൊരു പടമാണ് വിൽക്കാനുണ്ട് സ്വപ്നം. അതിനകത്ത് നമുക്കൊരു താടിയൊക്കെ വെച്ച് സെക്കൻഡ് നായനായിട്ട് സുകുമാരൻ നാടിയൊക്കെ മേടിക്കുന്നുണ്ട്. അതാണ് മമ്മൂക്കയുടെ സത്യം പറഞ്ഞ റീ എൻട്രി. 80 ഫസ്റ്റ് പടം, 1980 പടം. അതിനകത്ത് ഇതിലൂടെയാണ് നമുക്ക് വരുന്നത്. MD വാസുദേവനാണ് അത് കൊണ്ടുവരുന്നത്. അപ്പം ഞാനിത് പറഞ്ഞു തന്നെ നമുക്കവിടെ തുടക്കക്കാരൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ സത്യൻ മാഷും നസീർ സാറും മാണോണ്ടിരുന്ന സമയത്താണ് ജയൻ സാറ് വന്ന് അങ്ങ് അടിച്ച് തകർത്ത് ഈ ഇൻഡസ്ട്രി അങ്ങ് ഭരിച്ചത്. ഒരു സൂപ്പർ സ്റ്റാർ ഫസ്റ്റിലേ ആകുന്നത് ജയൻ സാറാണ്. ജയൻ സാർ അങ്ങ് അടിച്ച് കയറി വന്ന്. പക്ഷെ അദ്ദേഹത്തിന് ആയുസില്ലാത്തതുകൊണ്ട് ദൈവം ആയുസ് കൊടുക്കാനുണ്ട്, പെട്ടെന്ന് മരിച്ചുപോയി. പിന്നെ അടിച്ച് കത്തിക്കുന്നത് സുകുമാരനും സോമനും. അടിച്ച് കത്തി തകർത്ത് വരയ്ക്കുന്ന സമയത്താണ് 80 ഒരു യുവ നടൻ വരുന്നത്. ഇവരൊക്കെ അങ്ങ് സ്റ്റാർ അയക്കുന്ന സമയം, സ്റ്റാറിൻ്റെ പീക്ക് ലെവലിൽ ഇരിക്കുന്ന സമയത്ത് യുവ നടൻ വരുന്നത്. അന്ന് ആരും ഓർത്തില്ല ഈ യുവ നടൻ മലയാള സിനിമ ഭരിക്കുമെന്ന്. സുകുമാരനും സോമനും രതീഷും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ലാലേട്ടൻ ശങ്കറൊക്കെ വന്നില്ല. ലാലേട്ടൻ വില്ലനായിട്ടാണ് വന്നത്, ശങ്കർ നായനായിട്ടാണ് വന്നത്. പക്ഷെ ഇവരൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ കോമ്പിനേഷൻ സീനൊന്നും ഇല്ലല്ലോ ശങ്കറും മമ്മൂക്കയായിട്ടൊന്നും. പക്ഷെ എല്ലാം അവരവരുടെ പടമായിട്ട് നടക്കുക. മമ്മൂക്കയും വന്നേ ഉള്ളൂ. അപ്പോൾ രതീഷ് അങ്ങനെയുള്ള സ്റ്റാറുകളിങ്ങനെ തിളങ്ങിക്കുന്ന സമയം സുകുമാരൻ അവിടെ നിന്നുകൊണ്ടാണ് മമ്മൂക്കയുടെ ഒരു കയറ്റം. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതൊന്നുമില്ല. രതീഷ് ഔട്ടായി, ശങ്കരൻ ഔട്ടായി, മോഹൻലാൽ മമ്മൂക്കയുടെ വില്ലനായിട്ട് വന്നു, സുകുമാരൻ ഔട്ടായി, സോമൻ ഔട്ടായി, ഒട്ടുമിക്ക ആൾക്കാരെ ഔട്ടാക്കിയിട്ട് പുള്ളിക്കാരൻ്റെ ഒരു പോക്ക് റോക്കറ്റ് പോകുന്നതൊക്കെ. പിന്നെ തൃഷ്ണ, ഹിംസ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ആകുമ്പോൾ വന്ന്, പിന്നെ ഒത്തിരി പടങ്ങൾ വന്ന്, അങ്ങനെ കുറേ പടങ്ങൾ അഭിനയിച്ച് 85 ആയപ്പം ആവാനായിരുന്ന പോലീസ് ഇൻസ്പെക്ടറായിട്ട് വന്ന് ബൽറാം. അത് ഭയങ്കര കമേഴ്ഷ്യൽ ഹിറ്റായി. അതൊരു മാസ് പടമാണ്, ഓഡിയൻസ്. അതാണ് സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്ന ഒരു പിറവിയെടുപ്പ്. മമ്മൂക്ക എന്ന സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്ന ആ ഒരു പടത്തിലൂടെയാണ്. സ്റ്റാർഡം, ഒരു ഗുമ്മ്. ആൾക്കാർ കണ്ടിട്ട് ഇവനാണ് അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് അന്നത്തെ യുവതലമുറകളിൽ പറയത്തില്ലേ, അന്നത്തെ യുവാക്കൾ 85 കാലഘട്ടത്തിലെ യുവാക്കൾ പറയത്തില്ലേ. അത് കണത്തൊരു സ്റ്റാർഡം ഉണ്ടാക്കിയെടുത്തൊരു പടം ആവാനാടി. ഇതുവരെ മലയാള സിനിമ കാണാത്തൊരു ഇൻസ്പെക്ടർ ബൽറാം.
അതൊരു പടം തന്നെയായിരുന്നു. ഡയലോഗ് മാസിന് മാസ്, ആക്ഷൻ, കണ്ണൊക്കെ ചുമന്ന് ആ വരവെന്ന് കാണണം. അതിലാണ് അദ്ദേഹം പിടിച്ച് തകർത്ത് വാരി സൂപ്പർ സ്റ്റാർ അദ്ദേഹം. അതുവരെയുള്ള നടന്മാരെല്ലാം ഔട്ട്, കംപ്ലീറ്റ് ഔട്ട്. പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടതില്ല. അപ്പോഴും ലാലേട്ടൻ മമ്മൂക്കയുടെ വില്ലനായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഒത്തിരി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നസീർ സാറിന് ശേഷം ഏറ്റവും കൂടുതൽ നായകനായിട്ട് അഭിനയിച്ച ഒരു വ്യക്തിയാണ്. അതിനുശേഷം താഴെ ലാലേട്ടനുണ്ട്. അപ്പം ഒരു വർഷത്തിൽ 36-37 പടമൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഒരു വർഷത്തിൽ. ഇപ്പോഴും നായനാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഔട്ടായി പോവോ, ഇപ്പോൾ സുരേഷ് ഗോപി ഔട്ടാണെങ്കിലും, ദിലീപ് ഔട്ടാണെങ്കിലും, ജയറാം ഔട്ടാണെങ്കിലും, ശങ്കറൊക്കെ ഔട്ടായ കണക്കൊന്നും മമ്മൂക്ക ഇടയ്ക്ക് ഔട്ടായി പോയിട്ടൊന്നുമില്ല. അന്നും ഇന്നും ഒരുപോലെ തന്നെ നിൽക്കുകയാണ്. മോഹൻലാൽ ലാലേട്ടൻ വില്ലനായിട്ട് വന്ന് പിന്നെ നായനായി, പിന്നെ രണ്ടുപേരും ഒരുപോലെയായി, തുല്യപ്രാധാന്യം അങ്ങനെയൊക്കെ വന്നെങ്കിലും അന്നും ഇന്നും മലയാള സിനിമ ഒന്നാം സ്ഥാനം മമ്മൂക്ക തന്നെയാണ്. അതിന് വെല്ലാൻ ആരും വന്നിട്ടില്ല. തിരിച്ചു വരും പോക്കൊക്കെ ഉണ്ടാവും. അതായത് ഒരു പടം ഔട്ടായി പൊട്ടിപ്പോയി അടുത്ത പടം വിജയിച്ച്, അതിലൊന്നും കാര്യമില്ല. സുരേഷ് ഗോപി ഔട്ടായാണെങ്കിൽ വർഷങ്ങളോട് ഔട്ടായി വീട്ടിൽ കുത്തിയിരുന്നില്ലല്ലോ, അല്ല ഫീൽഡേ വിട്ടു പോകേണ്ട വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ കയറി ഇറങ്ങി വിജയിച്ചും താഴ്ന്നൊക്കെ പടം വരും. പക്ഷേ അദ്ദേഹമാണ് അന്ന് ഇന്ന് ഒന്നാം സ്ഥാനത്തിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാ? അതൊരു സ്റ്റാർഡം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ പടം കാണുന്നത്, തിയേറ്ററിൽ പോയി കാണുന്നത് കുഞ്ഞിലെ പപ്പാറസും തപ്പൂസും എന്ന സിനിമയാണ്. അന്നാണ് ഒരു സ്റ്റാറിനെ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റാർഡം എന്നൊന്ന് മനസ്സിലാക്കുന്നതും, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം നേരിട്ട് കാണുന്നതും, ഒരു സിനിമ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അത് കാണുന്നത് തന്നെ മമ്മൂക്കയുടെ പടം തന്നെ. ഒരു സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ ഒരു മമ്മൂക്കയെ പോലെ ആയിരിക്കണം, അല്ല ഒരു വ്യക്തി മമ്മൂക്കയെ പോലെ അയക്കണം. ഇന്നൊക്കെയാണ് അന്നത്തെ ചർച്ചകൾ. ഒരു നടനാണെങ്കിൽ മമ്മൂക്കയെ പോലെ അയക്കണം, പെണ്ണിൻ്റെ ഒരു ആഗ്രഹം മമ്മൂക്കയെ പോലെ അയക്കണം, അങ്ങനെയൊക്കെയാണ് അന്നത്തെ ചർച്ചകൾ. മമ്മൂട്ടി എന്നൊരു സ്റ്റാർഡം അത് ഏത് സ്ഥലത്ത് കൊണ്ടിട്ടാലും ഭയങ്കര തലയെടുപ്പാണ്. തൃശ്ശൂർ പൂരത്തിന് ആനകളെ കൊണ്ടിടത്തില്ല എന്ന് പറയാം, തലയെടുപ്പാണ്. ഞാൻ എല്ലാ നടന്മാരെയും കണ്ടിട്ടുണ്ട്. ഇതിന് തലയെടുപ്പുള്ള നടനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ചിരഞ്ജീവി വരെ കണ്ടിട്ടുണ്ട്. ചിരഞ്ജീവി ഒരു തലയെടുപ്പില്ല. തലയെടുപ്പ് കാണുന്ന ഒരു നടൻ എന്നൊരു പവറും തലയെടുപ്പും കാണുന്നത് അത് മമ്മൂക്ക തന്നെ കാണും. അത് ഫാനായിട്ട് പറഞ്ഞില്ല, അതങ്ങനെ. അതായത് ദൈവം അനുഗ്രഹിച്ച് കൊടുത്ത ഒരു സംഭവം അദ്ദേഹത്തിന്, ഇതിനു വേണ്ടി മാത്രം. അതുകൊണ്ടായിരിക്കും അത്ര തലയെടുപ്പ്. ഒരു നടനുമില്ലാത്ത തലയെടുപ്പ് അദ്ദേഹത്തിന് എവിടെ കൊണ്ടിട്ടാലും. അപ്പം അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാർഡം, മെഗാസ്റ്റാർ എന്ന പട്ടം 80-ൽ കിട്ടില്ല. ഇപ്പോഴും മെഗാസ്റ്റാറായിട്ട് തുടരുന്നു. ഇപ്പോഴും ആ സ്ഥാനം പോലെ, ഒന്നാം സ്ഥാനം പോകാതെ ഇപ്പോഴും പോകുന്നു. ലാലേട്ടൻ കമേഴ്ഷ്യൽ ഹിറ്റ് ഉണ്ടാക്കും, അതുണ്ടാക്കും, ഇതുണ്ടാക്കും. പക്ഷെ മമ്മൂക്ക കമേഴ്ഷ്യൽ ഹിറ്റ് മാത്രമല്ല, പൈസ ഉണ്ടാക്കേണ്ടത് മാത്രമല്ല, നല്ല പടങ്ങൾ ചെയ്യുക, നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക. അതാണ് മമ്മൂക്ക ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുറേ പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഹിറ്റ് ഉണ്ടെങ്കിൽ 100 കോടി അടിക്കുക എന്നൊന്നുമല്ല. അദ്ദേഹത്തിന് 100 കോടി അടിക്കാനുള്ള പടം ഉണ്ടാക്കാം. പക്ഷെ അദ്ദേഹം ഇങ്ങനെ എല്ലാ രീതിയിലും തലവെച്ച് പോകുന്നതുകൊണ്ട് നല്ലൊരു നടനാണ്. ഏറ്റവും കൂടുതൽ വേഷപ്പകർ ചെയ്യുക നടനാണ്. എന്തിന് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന വേഷം കെട്ടി അഭിനയിക്കാൻ ലോകത്ത് ഓരോരോ വ്യക്തിയെ ജബ്ബാർ പട്ടേലിന് കിട്ടുള്ളൂ. അത് മമ്മൂക്കയാണ്. അത് മമ്മൂക്കയല്ല, കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി മമ്മൂക്കയല്ലാതെ വേറെ ആർക്കും ആ റോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ ഡയലോഗ് ഡെലിവറി ആയാലും, ആ അന്നത്തെ സ്ലാങ് ഇംഗ്ലീഷും, ആ ഫിഗർ ആയാലും, എല്ലാം അഭിനയമായാലും എല്ലാം അതൊരിക്കലും പറ്റത്തില്ല. നമുക്ക് ആ ഒറ്റ പടം മതി മമ്മൂക്ക എന്ന വ്യക്തി നടനെ തിരിച്ചറിയാണ്ട്, കലാകാരൻ തിരിച്ചറിയാണ്ട്. വേറൊരു പടം നോക്കണ്ട. അന്നൊക്കെ ഓസ്കാർ അവാർഡ് ഈ ഇന്ത്യയിലൊക്കെ കൊടുക്കുന്ന സമയമൊക്കെ ആയിരുന്നെങ്കിൽ മമ്മൂക്കൊക്കെ അന്നേ കിട്ടിയേനെ ഓസ്കാർ അവാർഡ്. ഇപ്പോൾ വിതരണമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ പടം ഇറങ്ങിയ ഇന്ന് കിട്ടിയേനെ. അതൊക്കെ ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ട പടം. അതാണ് പടം, ആ അഭിനയം. അപ്പം മമ്മൂക്കയുടെ വരവും ഇതെല്ലാം തുടക്കമുള്ള പതുക്കെയുള്ള വരവ്, പിന്നെയുള്ള കയറ്റം, പിന്നെ ആ കയറ്റം ഒന്നും താഴുന്നില്ല. ഇടയ്ക്കൊക്കെ പടങ്ങൾ പൊട്ടും, അത് മനുഷ്യനില്ല, പടങ്ങൾ പൊട്ടും. പക്ഷേ ഔട്ടായി പോകുന്നില്ലല്ലോ. ഔട്ടാതെ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് ഓരോരോ വ്യക്തിയാണ് മമ്മൂക്ക. അതാണ് മമ്മൂക്ക. അന്ന് ഇന്നും സ്റ്റാർഡാവുള്ളൊരു നടൻ.